എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? കൊളംബിയയിൽ ജീവിച്ചിരുന്ന ഗ്ലോറിയോ പോളോയ്ക്ക് ന്യായാധിപ സന്നിധിയിൽ വെച്ച് ഉണ്ടായ അനുഭവമാണ് നാം വീണ്ടും കാണുക. നാം ഭൂമിയിൽ ചെയ്ത ചെറുതും വലുതുമായ പാപങ്ങൾ ജീവന്റെ പുസ്തകത്തിലെ നമ്മുടെ പേജിൽ അതെങ്ങനെയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1-ാം പ്രമാണത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ദൈവം ഗ്ലോറിയായോട് ചോദിച്ചു, നീ പള്ളിയിൽ പോകുമ്പോൾ സമ്പത്തുണ്ടാവണേ എന്നല്ലേ പ്രാർത്ഥിക്കാറ്? ദൈവത്തെ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാറില്ലല്ലോ. അപ്പോൾ നീ വിഗ്രഹാരാധനയല്ലേ നടത്തിയത്? അതുകൊണ്ട് നീ 1-ാം പ്രമാണം ലംഘിച്ച പാപത്തിന് പരിഹാരം ചെയ്യണം. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാൻ കുർബാന കഴിഞ്ഞ ഉടനെ ഒരു പാസ്റ്ററെ കണ്ടത് ഗ്ലോറിയ അപ്പോൾ ഓർത്തുപോയി. അതുപോലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞയുടൻ ഒരു ദിവസം ജാതക ഫലം നോക്കുവാൻ പോയതും കർത്താവ് കാണിച്ചു കൊടുത്തു. 2-ാമത്തെ പാപം, നമ്മുടെ വാക്കുകൾക്ക് ദൈവം ശക്തി തന്നിട്ടുണ്ട്. എന്തിനാണ് ഈ ശക്തി നമുക്ക് ദൈവം തന്നിട്ടുള്ളത്? പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാനുമാണ്, ശപിക്കാനല്ല. മറ്റുള്ളവരെ അനുഗ്രഹിച്ച് സംസാരിക്കുമ്പോൾ 2-ാമത്തെ കൽപ്പന പൂർത്തീകരിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞു കൊടുത്തു. 3-ാമത്തെ കൽപ്പന, 6 ദിവസം ജോലിക്കായി നീക്കിവെച്ചിട്ടും നിനക്ക് കടബാധ്യതയാണോ? എങ്കിൽ 7-ാം ദിവസം നീ ദൈവത്തോടൊത്തായിരിക്കെ. അന്ന് ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സൽപ്രവൃത്തികൾ ചെയ്യാനും ഈശോയുടെ ഒപ്പമിരിക്കാൻ നീ ശ്രമിക്കുക. സാബത്ത് വിശുദ്ധമായി ആചരിക്കുക. വെളിപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20 ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, ആരെങ്കിലും വാതിൽ തുറന്നു കൊടുക്കണ്ടേ? 6 ദിവസവും കൂട്ടുകാരുടെ കൂടെയും ബിസിനസ് പാർട്ട്ണറുടെ കൂടെയും ഭാര്യയോടൊപ്പവും കുടുംബത്തോടൊപ്പവും നീ ചിലവഴിച്ചില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടവരെയൊക്കെ കാണുകയും ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തില്ലേ? ഒരു ദിവസം നിന്നെ സൃഷ്ടിച്ച ദൈവത്തോട് ഒപ്പം ആയിരിക്കണ്ടേ? ഒരു ദിവസം നിന്നെ പരിപാലിച്ചവനോട് നന്ദി പറയണ്ടേ? സാബത്ത് ദിവസം കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാം. അപ്പോൾ ദൈവം ചിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പങ്കുവെക്കപ്പെടുന്ന പരിപാടികൾ സാബത്ത് ദിവസങ്ങളിൽ സംഘടിപ്പിക്കാം. അങ്ങനെ സാബത്ത് വിശുദ്ധമാക്കാം. 4-ാമത്തെ പ്രമാണത്തിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. ഗ്ലോറിയ പറഞ്ഞു, ഈ 4-ാം പ്രമാണം ഏറ്റവും അധികമായി ലംഘിച്ചത് ഞാനാണ്. കാരണം അവൾ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ വിചാരിച്ചിരുന്നു തൻ്റെ അമ്മ ഒരു പഴഞ്ചൻ ശൈലി. അമ്മയെ ഒരു താല്പര്യവുമില്ലായിരുന്നു ഗ്ലോറിയയ്ക്ക്. ഓരോ അമ്മമാരും ആരാധനയ്ക്കായി സമയം ചിലവഴിക്കുമ്പോഴും തങ്ങളുടെ ഭാരങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് അവിടുത്തെ ഭാരമേൽപ്പിക്കുമ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്നത് എന്ന് ഒരു മക്കൾക്കും അറിയില്ല. ഈശോ പറഞ്ഞു, മോളെ, നിന്റെ പരിശുദ്ധ അമ്മയെ നീ ഓർക്ക്. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നിനക്ക് ഞാൻ തന്ന നിന്റെ അമ്മയെ നീ ഓർക്കുക. ദൈവം മുമ്പാകെ ഗ്ലോറിയ നിന്നപ്പോൾ ഭൂമിയിൽ തന്നെ സ്നേഹിച്ചിരുന്ന വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ തന്നെ സ്നേഹിച്ചത് തൻ്റെ അമ്മയായിരുന്നു എന്ന് ഗ്ലോറിയയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തു. അവൾ ഓർക്കുകയാണ്, പലപ്പോഴും അമ്മ അവൾക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ നിന്നപ്പോഴൊക്കെ അവൾ അമ്മയെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് എന്ന്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുക, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം. 5-ാമത്തെ കൽപ്പനയിൽ കൊല്ലരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൊല്ലരുത് എന്നുള്ള ഈ വ്യാഖ്യാനം ശാരീരികമായി ഒരാളുടെ ജീവൻ എടുക്കുന്നു എന്നത് മാത്രമല്ല അർത്ഥമാക്കുന്നത്. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ളവരുടെ നാശത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ പാപം ചെയ്യിക്കാൻ പ്രേരണയായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആത്മാവിനെയും ശരീരത്തെയും കൊല്ലുക തന്നെയാണ് എന്ന് ഗ്ലോറിയയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ഭൂമിയിലെ 2 കാര്യങ്ങൾ ദൈവം കാണിച്ചു കൊടുത്തത് ഗ്ലോറിയയുടെ സുഹൃത്തിനെ ഡൈവോഴ്സ് ചെയ്യിപ്പിച്ചതും ഗ്ലോറിയയുടെ വസ്ത്രധാരണവുമാണ് കർത്താവ് കാണിച്ചു കൊടുത്തത്. എൻ്റെ സഹോദരങ്ങളെ,
ആറാമത്തെ പ്രമാണത്തിൽ വ്യഭിചാരം ചെയ്തവർ ശുദ്ധീകരണ സ്ഥലത്ത് ഒരു പ്രത്യേകതരം പരിഹാരം അനുഭവിച്ചത് ഗ്ലോറിയയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തു. എല്ലാ മക്കളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ചെയ്ത അശുദ്ധകരമായ പാപങ്ങൾക്ക് എണ്ണി എണ്ണി പരിഹാരം ചെയ്യേണ്ടി വരും എന്ന് ഗ്ലോറിയ മനസ്സിലാക്കി. ഏഴാം പ്രമാണത്തിൽ മറ്റുള്ളവരുടെ സൽപ്പേര് നഷ്ടമാക്കിയപ്പോൾ, തെറ്റായ ഉപദേശങ്ങൾ നൽകിയപ്പോൾ അതും ഒരു മോഷണമായിരുന്നു എന്ന് കർത്താവ് കാണിച്ചു കൊടുത്തു. എട്ടാമത്തെ പ്രമാണത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴും വിധിക്കുമ്പോഴും സത്യമറിയാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എട്ടാം പ്രമാണം നാം ലംഘിക്കുകയാണ്. ഒമ്പതാം പ്രമാണത്തിൽ ദുഷിച്ചതും അശുദ്ധകരവുമായ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചതും, അന്യരുടെ ഭാര്യമാരെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതും, സ്വന്തം ഭാര്യയുടെ സ്ഥാനത്ത് മറ്റുള്ള സ്ത്രീകളെ മനസ്സിൽ കണ്ടതും വ്യഭിചാരം തന്നെയെന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. മോശമായ വസ്ത്രധാരണത്തിലൂടെ അനേകരെ ഗ്ലോറിയ വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് ദൈവം കാണിച്ചു കൊടുത്തു. വിശദമായി സൂക്ഷിക്കേണ്ട ഈ ശരീരത്തിൽ ഏതു തരം അശുദ്ധി നീ പ്രവർത്തിച്ചാലും, ദൈവത്തിൻ്റെ ആലയമാണ് ഈ ശരീരം. ദൈവം ഒരിക്കലും പൊറുക്കുകയില്ല. തക്ക പരിഹാരം നമ്മളിൽ നിന്ന് കർത്താവ് എടുക്കുമെന്ന്. ഒന്നാമത്തത് ആത്മാർത്ഥമായ അനുതാപം. അത് നമ്മെ പാപത്തിൽ നിന്ന് മോചിക്കുമെങ്കിലും ചെയ്ത പാപങ്ങൾക്ക് എണ്ണി എണ്ണി പരിഹാരം ചെയ്യേണ്ടി വരും. പത്താമത്തെ പ്രമാണത്തിൽ മറ്റുള്ളവരുടെ സ്വത്തുക്കൾ മോഷ്ടിക്കരുത് എന്ന്. ദരിദ്രർക്ക് കൊടുക്കേണ്ട വസ്തുക്കളെ നാം ദുരുപയോഗിച്ചാൽ പത്താം പ്രമാണത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. പരിശുദ്ധനായ ദൈവം ഈ കാര്യങ്ങളെല്ലാം ഗ്ലോറിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇടിവെറ്റേറ്റ് കഴിഞ്ഞപ്പോൾ ഗ്ലോറിയയുടെ ബോഡിയിൽ ജീവന്റെ ലക്ഷണമില്ലാത്തതിനാൽ തറയിലൊരു വിരിപ്പിട്ടാണ് കിടത്താം എന്ന് ഡോക്ടർമാർ പറഞ്ഞത്. കാരണം അന്ന് ആശുപത്രിയിൽ വലിയ തിരക്കായിരുന്നു. ന്യായാധിപ സന്നിധി നിൽക്കുന്ന ഗ്ലോറിയ താൻ വളരെയേറെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ വജ്രമോതിരവും അത് കിടക്കുന്ന വിരലും കണ്ടു. കത്തിക്കിരഞ്ഞ് കിടക്കുന്ന മാംസവും അവളുടെ ശരീരവും. കർത്താവ് ലോകവസ്തുക്കളുടെ നശ്വരത അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. തങ്ങൾ നല്ലവരും വിശുദ്ധരുമാണെന്ന് കരുതുന്നവരാണ് നരകത്തിൽ ഏറ്റവും അധികം വേഗത്തിൽ പോവുക എന്ന്. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗ്ലോറിയ വിചാരിച്ചിരുന്നു താനൊരു നല്ല വ്യക്തിയാണ് എന്ന്. കർത്താവ് പറഞ്ഞു, മോളെ, നീ ഒന്നും ഇതുവരെ സമ്പാദിച്ചിട്ടില്ല, നീ ഒന്നും ഈ ലോകത്ത് നിനക്കായിട്ട് സമ്പാദിച്ചിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കിയ നിമിഷം ജീവന്റെ പുസ്തകം അടയ്ക്കപ്പെട്ടു. രക്ഷ കൃപയാൽ മാത്രമാണെന്നും അത് രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും ആ സത്യം കത്തോലിക്ക സഭ അംഗമായ ഗ്ലോറിയ മറന്നുപോയിരുന്നു, മനസ്സിലാക്കിയിരുന്നില്ല. എഫേസൂസ് 2:8 ഇതാണ് പറയുന്നത്. ആ സമയം ഗ്ലോറിയ കാണുകയാണ്, ഒരു കുഴിയിൽ നിസ്സഹായയായി കിടക്കുകയാണ് ഗ്ലോറിയ. അവിടെ തൻ്റെ അമ്മയെ കണ്ടു. ജീവിച്ച കാലത്ത് അമ്മയോട് ബഹുമാനം കാണിക്കാത്ത ഗ്ലോറിയ അവിടെ വെച്ച് പറഞ്ഞു, അമ്മേ, ഞാൻ നരകത്തിനായി വിധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന്. ഉടനെ അമ്മയ്ക്ക് ദൈവം ഒരു പ്രത്യേക കൃപ നൽകുകയും അവർ തൻ്റെ വിരലുകൾ ഉയർത്തിപ്പിടിച്ച് മേൽപോട്ട് ഉയർത്തി അത് ശ്രദ്ധിച്ച ഗ്ലോറിയയുടെ കണ്ണുകളിൽ നിന്നും ചിതമ്പൽ പോലെ ഒരു സാധനം ഊരി വീണു എന്നാണ് പറയുക. ആത്മീയ അന്ധതയുടെ ചിതമ്പൽ. അപ്പോൾ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഒരു രോഗി ഡോക്ടർ ഗ്ലോറിയയോട് പറഞ്ഞത് ഡോക്ടർ കാണുകയാണ്. ആ രോഗി ഇങ്ങനെയാണ് പറഞ്ഞത്, ഓ ഡോക്ടർ, താങ്കളെ ഓർത്ത് ഞാൻ വളരെയേറെ ദുഃഖിക്കുന്നു. താങ്കൾ ഭൗതിക കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ജീവിതത്തിൽ വലിയ അപകടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ഈ രോഗി ഗ്ലോറിയയോട് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, തൻ്റെ രക്തത്തിൻ്റെ വിലയായിട്ടാണ് യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളത്. കുഴിയിൽ കിടന്ന ഗ്ലോറിയ വേദനയ്ക്കിടയിൽ ഈശോയെ എന്നോട് കരുണ കാണിക്കണമേ എന്ന്, എനിക്ക് ഒരവസരം കൂടി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഉടനെ യേശു കടന്നു വന്ന് കുഴിയിൽ നിന്നും പിടിച്ചു കയറ്റി പരന്ന ഒരു പ്രതലത്തിൽ കിടത്തി. രണ്ടാമതൊരു അവസരം കൂടി നിനക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. അത് തൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന മൂലമല്ലെന്നും നീതിമാനായ മനുഷ്യൻ്റെ പ്രാർത്ഥന മൂലമാണെന്നും വെളിപ്പെടുത്തി. ഗ്ലോറിയ നമ്മോട് ഇതാണ് പറയുന്നത്, താൻ കിടന്ന കുഴിയിൽ നിങ്ങൾ ഒരിക്കലും കിടക്കരുതേ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നമുക്ക് യാചിക്കാം. ഈ ലോകത്ത് ഓരോ നിമിഷവും നാം ജീവിക്കുമ്പോൾ
ന്യായാധിപൻ്റെ സന്നിധിയിൽ ഒരിക്കൽ നാം നിൽക്കേണ്ടി വരും എന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതിനായി പരിശുദ്ധ അമ്മയോട് നമുക്ക് മധ്യസ്ഥം വഹിക്കാം.